ചേട്ടാ നമ്മൾ ഗോവിന്ദചാമിയുടെ അതിസാഹസ്യമായ ജയിൽ ചാട്ടത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ലോക പ്രശസ്തമായ മറ്റൊരു ജയിൽ ചാട്ടത്തിന്റെ കാര്യം കൂടി നമ്മൾ പറയാം. അതായത് മെക്സിക്കൻ ഡോണും 200-ലധികം രാജ്യങ്ങൾ തേടുന്ന ഡ്രഗ് ഡീലർ ആയിട്ടുള്ള എൽ ചാപ്പോ എന്നറിയപ്പെടുന്ന ജബോക്കിൻ ഗുസ്മാന്റെ ജയിൽ ചാട്ടം. വളരെ സാഹസികമായിട്ടുള്ള ജയിൽ ചാട്ടമായിരുന്നു അത്. പക്ഷെ അദ്ദേഹത്തിന് സിനിമാ മോഹമാണ് അദ്ദേഹത്തെ വീണ്ടും ജയിലിലേക്ക് എത്തിച്ചത്. എന്തായിരുന്നു ആ രസകരമായ ജയിൽ ചാട്ട കഥ? ജോക്കിൻ ഗുസ്മാൻ ലോറ, അതായത് സിനലോബ എന്ന് പറയുന്ന മെക്സിക്കൻ സ്റ്റേറ്റിലെ അവിടെ നിന്നും വളർന്നു വന്ന ലോകത്തെ ഞെട്ടിച്ച ഡോണായിരുന്നു ഈ ജോക്കിൻ ഗുസ്മാൻ ലോറ എന്ന എൽ ചാപ്പോ. എൽ ചാപ്പോ എന്ന് വേർഡെന്ന് പറയുന്നത് സ്പാനിഷാണ്. സ്പാനിഷിൽ അതിൻ്റെ അർത്ഥം കുള്ളൻ എന്നാണ്. യഥാർത്ഥത്തിൽ 5 അടി 6 ഇഞ്ച് മാത്രം നീളമാണ് ഈ എൽ ചാപ്പോയ്ക്ക് ഉള്ളത്. ഇയാളൊരു മധുരനാരങ്ങ കച്ചവടക്കാരനായിരുന്നു. മധുരനാരങ്ങ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും ലഭിക്കുന്ന കറൻസി, ആ കറൻസി കയ്യിൽ വെച്ച് തിരുമുന്ന ശീലം, അത് ഓരോ തവണയും ഇരട്ടിക്കുമ്പോൾ, അത് കൂടുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം ആസ്വദിക്കുന്ന ഒരാളായിരുന്നു ഈ എൽ ചാപ്പോ. ഇദ്ദേഹത്തിൻ്റെ മാതാവ് മരിയ ബ്രെസ. ഈ മരിയ ബ്രെസയ്ക്ക് അച്ഛൻ ഇയാളൊരു മെക്സിക്കൻ ഡോണിൻ്റെ, ഇതുപോലെ തന്നെ ഒരു നാർക്കോ ഡീലറുടെ, മയക്കുമരുന്ന് ഡീലറുടെ മറ്റൊരു ഡോണിൻ്റെ പാചകക്കാരനായിരുന്നു. അയാളായിരുന്നു ഈ എൽ ചാപ്പോയുടെ പ്രധാനമായിട്ടുള്ള ഈ എല്ലാവരും ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, നമുക്കൊരു മുന്നേ നടക്കുന്ന ഒരാൾ. അത്തരത്തിലാണ് എൽ ചാപ്പോ അയാളെ കണ്ടിരുന്നത്, ഈ ഡോണിനെ. അങ്ങനെ ഇയാൾ മധുരനാരങ്ങ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇയാൾ പതിയെ കൊണ്ട് ഈ മധുരനാരങ്ങയുടെ ചെറിയ അക്ഷരങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അത് മരിജുവാനാക്കി മാറ്റി. മധുരനാരങ്ങ കൃഷി നടത്തിയിരുന്നിടത്തുകൾ ഈ മരിജുവാന വളർത്താൻ തുടങ്ങി. അവിടെ നിന്നാണ് ഇയാളുടെ തുടക്കം. പിന്നീട് ഇങ്ങോട്ട് ഇയാൾ ഈ പറയുന്ന ജോക്കിൻ ഗുസ്മാൻ ലോറ, എൽ ചാപ്പോ എന്ന പേര് സ്വീകരിക്കുകയും ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ക്രിമിനലായി വളർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു. മെക്സിക്കോ നേരത്തെ തന്നെ മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. ഈ പറയുന്ന സിനലോവ ഓപ്പിയം ലോകപ്രശസ്തമാണ്. സിനലോവ ഓപ്പിയം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഡീലിംഗ് ഇയാളിലേക്ക് പതിയെ കൊണ്ട് എത്തപ്പെട്ടു. ഇയാൾ 15-ാമത്തെ വയസ്സിലാണ് ഈ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിക്കുന്നത്. അങ്ങനെ പതിയെ വളർന്നുകൊണ്ടിരുന്ന ഇയാൾ മയക്കുമരുന്ന് കച്ചവടം മാത്രമല്ല, ഡ്രഗ് ഡീലിംഗ് മാത്രമല്ല, എല്ലാ മേഖലയിലേക്കും കടന്നു. കൊലപാതകം, അതുപോലെ തന്നെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അവരെ ലഹരി നൽകി അടിമകളാക്കൽ, അവരെ കൊലപ്പെടുത്തൽ, ഇതൊക്കെ ഒരു ആസ്വാദനം പോലെ ഇയാൾക്ക് ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഒരു വലിയ ക്രിമിനലായി മെക്സിക്കോയിൽ ഇയാൾ വളർന്നു. അങ്ങനെ ഇരിക്കെ ഒരു റോമൻ പാതിരി ഇയാൾക്കെതിരായിട്ട് നിന്നു. ഇയാളുടെ ഈ പോക്ക് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുമെന്ന് ആ റോമൻ പാതിരി പറഞ്ഞ് പ്രചരിപ്പിച്ചു. 1993 ഇയാൾ ആ പാതിരിയെ വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ചു കൊന്നതിൻ്റെ പേരിൽ ഇയാളെ മെക്സിക്കൻ കോടതി 20 വർഷത്തേക്ക് ശിക്ഷിച്ചു. അതാണ് ഇയാൾ പിടിക്കപ്പെടുന്ന ആദ്യത്തെ കേസും ജയിലിലാകുന്ന ആദ്യത്തെ സംഭവം. അതിനു മുമ്പ് ഒരുപാട് ക്രിമിനൽ പ്രവൃത്തി എൽ ചാപ്പോയെക്കുറിച്ച് പറയുന്നുണ്ട്. 2001 ഈ 93 ശേഷം അത്രയും വർഷം ജയിൽ കഴിയുന്ന എൽ ചാപ്പോ 2001 മെക്സിക്കൻ ജയിൽ ചാടി. അന്നൊരു ലോണ്ടറി കാർട്ടലിനുള്ളിൽ അതിൽ കയറിയാണ് ഇയാളുടെ രക്ഷപ്പെടൽ. അതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്, ഒരു ജയിലറുടെ വേഷം ഇയാൾ അടിച്ചു മാറ്റി. അത് അടിച്ചു മാറ്റാൻ വേണ്ടി ആ ജയിലറെ ഇയാൾ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഇയാൾ 2001 ചാടിപ്പോകുന്നത്. 2001 നിന്നും ചാടിപ്പോകുന്ന ഇയാൾ പിന്നെയും വലിയ രീതിയിലുള്ള കൊലപാതകങ്ങളും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അവർക്ക് മയക്കുമരുന്ന് നൽകൽ, 10-12 വയസ്സുള്ള കുട്ടികളെയാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ആഘോഷിക്കുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. ഈ ബേസ്ബോൾ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, ബേസ്ബോളിൻ്റെ തൊപ്പി, ഇതിലൊക്കെ എൽ ചാപ്പോയുടെ ചിത്രമുണ്ട്. അവർ ആരാധിക്കുന്ന ഇങ്ങനെ അധോലോക നായകന്മാരെ ആരാധിക്കുന്ന ഒരു രീതി പ്രത്യേകിച്ച് സിനലോവയിലുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഇയാൾ വളർന്നു തുടങ്ങി. ഇയാൾ അവിടെ നിന്നും ഈ സിനലോവ കാർട്ടൽ എന്ന് പറയുന്ന
ഒരു വലിയ എന്താ പറയുക, ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ കടത്തുന്നൊരു വലിയ സംഘത്തെ ഇയാൾ രൂപപ്പെടുത്തി. ഈ സിൽവ കാർട്ടലിനെ സംബന്ധിച്ചിടത്തോളം സിൽവ കാർട്ടലിൻ്റെ 4 പേരെ കിട്ടുവാൻ വേണ്ടി US പ്രഖ്യാപിച്ചിരിക്കുന്നത് 2021 പ്രഖ്യാപിച്ചിരിക്കുന്നത് 37 കോടി വെച്ചാണ്. ഒരാളുടെ തലയ്ക്ക് 37 കോടി രൂപ. ഇതാണ് US പ്രഖ്യാപിച്ചത്, 2021 പ്രഖ്യാപിച്ചത്. ഈ 4 പേരുമെന്ന് പറയുന്നത് എൽ ചാപ്പോയുടെ സഹോദരങ്ങളാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും 37 കോടി രൂപ 2021 പ്രഖ്യാപിച്ചത്. അതിൻ്റെ കാരണം 2020 മുതൽ 2021 വരെ ഇവർ കടത്തിയ ഫെൻ്റനൈൽ എന്ന് പറയുന്ന ഡ്രഗ് മൂലം 96,779 പേർ US മാത്രം മരണമടഞ്ഞു. അതായത് അമിതമായ ഫെൻ്റനൈലിൻ്റെ ഉപയോഗം മൂലം ഇത്രയും പേർ മരണമടഞ്ഞു. അതിനെ തുടർന്നാണ് 2021 ഇവർക്ക് വേണ്ടി ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ചാടിപ്പോയി 2001 ചാടിപ്പോയ ഇയാൾ 2014 മസാൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഇയാളുടെ രഹസ്യ ബംഗ്ലാവിൽ നിന്നും വീണ്ടും മെക്സിക്കൻ പോലീസ് ഇയാളെ വിദഗ്ധമായി പിടികൂടി. അങ്ങനെ ജയിലിലടയ്ക്കപ്പെട്ട ഇയാൾ 2015 ഇയാളുടെ ജയിൽ ചാട്ടം അതിനുശേഷമുള്ള ജയിൽ ചാട്ടമാണ് ലോകം ഇന്നും. ഇതിനെക്കുറിച്ച് ദ ലാസ്റ്റ് നാർക്കോ എന്ന് പറയുന്ന ഒരു വെബ് സീരീസൊക്കെ ഉണ്ട്. ദ ലാസ്റ്റ് നാർക്കോ, അവസാനത്തെ മയക്കുമരുന്ന് കടത്തുകാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും നടക്കുന്ന കാര്യമല്ല മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം. ദ ലാസ്റ്റ് നാർക്കോ എന്നാണ്. അപ്പോൾ 2015 ഇയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ചാടിയത് ഈ ജയിലിന് 1.5 കിലോമീറ്റർ അകലെ ഇയാളുടെ മക്കൾ ഭൂമി വാങ്ങി. എന്നിട്ട് കൺസെഷൻ ഏരിയ എന്ന് പറഞ്ഞവർ ബോർഡ് വെച്ചു. എന്നിട്ട് കൺസെഷന് വേണ്ടിയുള്ള വലിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കെട്ടിമറച്ചു. അവിടെ നിന്നും ഇവർ ഈ ജയിലിലേക്ക് ഒരു തുരങ്കം പണിഞ്ഞു. ആ തുരങ്കത്തിനുള്ളിൽ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ റോഡുണ്ടായിരുന്നു. പിന്നെ അവരൊരു കുഞ്ഞ് ബൈക്ക് അവർ നിർമ്മിച്ചു, ഒരു 2 വീലർ അവർ നിർമ്മിച്ചു. ആ 2 വീലർ അവർ കൊണ്ടുവന്ന് ഈ എൽ ചാപ്പോ കിടക്കുന്ന ജയിലഴിയുടെ കുളിമുറിയുടെ അടിയിൽ ഇത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. എന്നിട്ട് അവർ തിരിച്ചു. എന്നിട്ടൊരു GPS ഉള്ള വാച്ചും വെച്ചു കൊടുത്തു. എവിടേക്ക് എത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിൽ നിന്നും 2015 എൽ ചാപ്പോ ചാടിപ്പോയി. എൽ ചാപ്പോ ആ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ട്, ആ GPS ഉപയോഗിച്ചുകൊണ്ട് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക്, വളരെ രഹസ്യമായിട്ടുള്ളൊരു കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്നു. ആ രഹസ്യ കേന്ദ്രം എന്നാണെന്ന് ഇന്നും ലോകത്തിന് വ്യക്തമല്ല. അപ്പോൾ ഇതിൽ കാര്യം ഹോളിവുഡ് നടന്മാരും നടിമാരും ഒക്കെ തന്നെ ഈ പറയുന്ന ആരോപണം നേരിട്ടവരാണ് എൽ ചാപ്പോയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച്. ഈ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു വലിയ മോഹമായിരുന്നു തൻ്റെ ജീവിതം ഒരു സിനിമയാകണം. ഇയാൾ വീരസാഹസ കഥകളൊക്കെ എപ്പോഴും പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുമാണ് ഇയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഇയാൾ അവിടെ നിന്നും ആ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കടക്കുന്നു. അവിടെ നിന്നും ഡെൽ കാസ്ട്രോ എന്ന് പറയുന്ന നടി ഈ ഒരു സിനിമ, തന്നെക്കുറിച്ചുള്ള സിനിമ നിർമ്മിക്കണം. അങ്ങനെ ഡെൽ കാസ്ട്രോ എന്ന് പറയുന്ന നടിയെ രഹസ്യമായി ഇയാളൊരു ബന്ധപ്പെടുകയാണ്. അയാളുടെ ആവശ്യം, എൽ ചാപ്പോയുടെ ആവശ്യം, എൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങളിത് സിനിമയാക്കണം, അത് നിർമ്മിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് അയാൾ പറയുന്നത്. ഈ 2009 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള 1000 പേരിൽ 701 എൽ ചാപ്പോയായിരുന്നു. അതുകൊണ്ട് ഈ ബേസ്ബോളിൻ്റെ തൊപ്പിയുടെ നമ്പർ എല്ലാവരും 701 എന്നാണ് വെക്കാറുള്ളത്. 701 എന്നാണ് എൽ ചാപ്പോയുടെ നമ്പർ. 2009 ഫോബ്സ് മാസികയാണ് അവർ പട്ടിക എന്ന് പുറത്തു വിട്ടത്. അപ്പോൾ ഇയാളുടെ കയ്യിൽ പണമുണ്ട് ധാരാളം. അപ്പം ഇയാളത് നിർമ്മിക്കാമെന്ന് പറഞ്ഞു, മറ്റൊരു പേരിൽ ഇത് നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ കഥ ഈ പറയുന്ന ഡെൽ കാസ്ട്രോയോട് പറഞ്ഞു തുടങ്ങി. ജീവിതം എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഇത് കേട്ട ഡെൽ കാസ്ട്രോയ്ക്ക് ഇയാളോട് പ്രണയമായി. അവിടെ നിന്നൊരു പ്രണയബന്ധം ആരംഭിക്കുകയാണ്. ഇവർ തമ്മിൽ സ്ഥിരമായി ഇങ്ങനെ സംസാരിക്കുന്നു. അത് സംബന്ധിച്ച് മെക്സിക്കൻ പോലീസിനൊരു വിവരം ലഭിച്ചു. ഒരു ഊഹാപോഹ കഥകളാണ്, നമ്മുടെ ഈ പറയുന്ന പോലെ ഗോസിപ്പ് പോലൊരു കഥ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുമായിട്ട് ഡെൽ കാസ്ട്രോയ്ക്ക് പ്രണയബന്ധമായിരിക്കുന്നു എന്നൊരു വിവരം ലഭിച്ചു. അങ്ങനെ മെക്സിക്കൻ പോലീസ് പെഗസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു.
പെഗസസ് ഉപയോഗിച്ചുകൊണ്ട് ഡെൽ കാസ്റ്റിലോയുടെയും എൽ ചാപ്പോയുടെ അഭിഭാഷകരുടെയും ഫോണുകളെല്ലാം തന്നെ ചോർത്തി തുടങ്ങി മെക്സിക്കൻ പോലീസ്. അപ്പോഴാണ് അവരറിയുന്നത് ഈ ഷോൺ പെൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള നടൻ ഡെൽ കാസ്റ്റിലോയായിട്ട് എൽ ചാപ്പോയായിട്ട് അഭിനയിക്കാൻ തയ്യാറായിരിക്കുന്നു. ഡെൽ കാസ്റ്റിലോ അതിന് ഷോൺ പെന്നിനെ റെഡിയാക്കി എടുത്തിരിക്കുന്നു. അതായത് ഡെൽ കാസ്റ്റിലോ പോയി ഷോൺ പെന്നിനോട് എൽ ചാപ്പോയുടെ കഥ പറഞ്ഞു. ഇത് കേട്ട് ആകർഷനായിട്ടുള്ള ഈ ഷോൺ പെൻ താനിത് അഭിനയിക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നു. മെക്സിക്കൻ പോലീസിന് കിട്ടിയ ഏറ്റവും വലിയ തുമ്പായിരുന്നു അത്. ഇയാൾ എവിടെയാണെന്ന് യാതൊരു ക്ലൂവും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കൻ പോലീസ് ഇവരെ പിന്തുടരാൻ തുടങ്ങി. ഒരു ദിവസം, ഒരു പർട്ടിക്കുലർ ഡേ, ഈ ഷോൺ പെൻ നേരിട്ട് വന്ന് എൽ ചാപ്പോയെ കാണാൻ പോകുന്നു. ഇതാണ് ലഭിച്ചിരിക്കുന്ന ഈ പറയുന്ന പെഗസസ് ഉപയോഗിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വിവരം. ഡെൽ കാസ്റ്റിലോയും അതുപോലെ തന്നെ ഷോൺ പെന്നും കൂടെ പോകുന്നത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. അതിലാണ് ഈ രഹസ്യ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. മെക്സിക്കൻ പോലീസ് അവരെ പിന്തുടർന്നു. അങ്ങനെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഇവർ ഈ ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ പോകുന്നത് റോഡ് മാർഗമാണ്. ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങനെ പിന്തുടർന്ന് ചെന്നു. എൽ ചാപ്പോയെ ഇപ്പോൾ പിടിക്കാം എന്നതായിരുന്നു അവരുടെ മോഹം. ചെന്നപ്പോഴാണ് അറിയുന്നത് തങ്ങളുടെ സംഘത്തേക്കാൾ, വന്നിരിക്കുന്ന പോലീസിനേക്കാൾ 10 ഇരട്ടിയുണ്ട് എൽ ചാപ്പോയുടെ സംഘം. ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണെങ്കിൽ അവിടേക്ക് വന്നിരിക്കുന്ന പോലീസ് സംഘത്തിന് പിന്നെ തിരികെ ഒരു മടക്കയാത്ര ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. അതോടുകൂടി അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും പക്ഷേ രഹസ്യമായി അവരെ നിരീക്ഷിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഷോൺ പെൻ എൽ ചാപ്പോയുമായി ഒരു അഭിമുഖം നടത്തുന്നു. ലോകപ്രശസ്തനായിട്ടുള്ളൊരു നടൻ വലിയൊരു ഡോണിൻ്റെ മുന്നിൽ വന്നിരുന്ന് ആ ഡോണിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയ രംഗം. അങ്ങനെ ഇതിനുശേഷം ഈ മെക്സിക്കൻ പോലീസ് അപ്പോൾ പിന്മാറി. വേണ്ട, നമ്മൾക്ക് ലൊക്കേഷൻ കിട്ടിയല്ലോ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ പിന്മാറുന്നു. ഈ ഷോൺ പെൻ തിരിച്ചു പോകുന്നു. അയാൾ എൽ ചാപ്പോയായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അയാൾ പറഞ്ഞ കഥകളൊക്കെ ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റാനും അതുപോലെ തന്നെ അതിൽ അഭിനയിക്കാനുള്ള ഒരു രൂപമാറ്റം, അതിനെക്കുറിച്ചൊക്കെ ഈ നടൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് 2016 ജനുവരി 8 ലോസ് മോച്ചിസ് എന്ന് പറയുന്ന ഈ രഹസ്യ കേന്ദ്രം, ഈ രഹസ്യ കേന്ദ്രമല്ല, മറ്റൊരു കേന്ദ്രം, ആ രഹസ്യ കേന്ദ്രം ഇപ്പോഴും ലോകത്തിനറിയില്ല. അപ്പോൾ ലോസ് മോച്ചിസിൽ വെച്ച് ഇയാളെ വീണ്ടും മെക്സിക്കൻ പോലീസിൻ്റെ സായുധ സംഘം പിടികൂടുകയാണ്. അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. ഇയാൾക്ക് ഈ വീരസാഹസ കഥകളെല്ലാം പോയി ഭാര്യയോട് പറയുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു. എത്ര പേരെ കൊന്നാലും ഇയാൾ അത് പോയി ഭാര്യയോട് പറയും. അങ്ങനെ ഫാമിലിക്കൊപ്പം ഇരിക്കുമ്പോഴാണ് ഇയാളെ വന്ന് പിടികൂടുന്നത്, ഈ എൽ ചാപ്പോയെ പിടികൂടുന്നത്. അപ്പോൾ മെക്സിക്കോയേക്കാൾ പ്രാധാന്യം, അവരെക്കാൾ ആവശ്യം എൽ ചാപ്പോയെ US-നായിരുന്നു. കാരണം US-ലേക്കാണ് ഇത് മുഴുവൻ ഇയാൾ കടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ US-ൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാതായതോടുകൂടി മെക്സിക്കോ ഇയാളെ 2017 US-ന് കൈമാറി. US-ൽ ഇയാൾക്കെതിരെ 4 കൊലപാതകം തെളിയിക്കപ്പെട്ടു. പിന്നെ മയക്കുമരുന്ന് കടത്തും, അതുപോലെ തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പ് വലിയ ക്രൈമാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇയാൾക്കെതിരെ തെളിയിക്കപ്പെട്ടു. ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കാൻ തീരുമാനിച്ചു കോടതി. അതിൽ വലിയൊരു കാര്യം, ഈ രണ്ടാമത്തെ തവണ ഈ 2016 ഇയാളെ പിടികൂടാൻ ഇയാളെ ഒറ്റുകൊടുത്തത് ഇയാളുടെ അനുയായിയായിരുന്നു. ഒപ്പം നിന്ന ആൾ തന്നെയാണ് ഒറ്റുകൊടുത്തത്. ഒറ്റുകൊടുത്തു എന്ന് മാത്രമല്ല, 2017 കോടതി വിചാരണയിൽ സാക്ഷി പറയാൻ ഈ അനുയായി എത്തി. അനുയായി എത്തിയപ്പോഴും എൽ ചാപ്പോ അയാളെ മൈൻഡ് ചെയ്തില്ല. വിചാരണയൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഇയാൾ ശ്രദ്ധിച്ചത് മുഴുവൻ അയാളുടെ ഭാര്യയായിരുന്നു. ഇയാൾ കോടതി മുറിയിൽ നിന്ന് ഭാര്യയ്ക്ക് ആംഗ്യത്തിൽ ഈ ഫ്ലൈയിങ് കിസ് കൊടുത്തു. ഇതൊക്കെ അന്നത്തെ വലിയ ചർച്ചയായിട്ടുള്ള കഥയാണ്. അങ്ങനെ ജീവപര്യന്തം ശിക്ഷിച്ചു. ഇയാളുടെ ഒരു വലിയ പ്രത്യേകത, നിസ്സാര കാര്യങ്ങൾക്ക് ഇയാൾ ആളെ കൊല്ലും. ഇയാളുടെ സഹോദരനെ ഇയാൾ വെടിവെച്ച് കൊല്ലാനുള്ള കാരണം അവൻ ഉണരാൻ വൈകിയതിൻ്റെ കാരണത്തിന് കള്ളം പറഞ്ഞതിനാണ്. അവൻ ഉണരാൻ വൈകി, അതിന് കാരണം ചോദിച്ചപ്പോൾ അവനൊരു കള്ളം പറഞ്ഞു. അവനെ ഇയാൾ വെടിവെച്ച് കൊന്നു. വേറൊരാളെ ഇയാൾ വെടിവെച്ച് കൊല്ലാൻ കാരണം ഇയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല. അയാളെ വെടിവെച്ച് കൊന്നു. കണക്കനുസരിച്ച് 100-ലധികം പേരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്കില്ലാത്ത തരത്തിൽ പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 4 കൊലപാതകം തെളിയിക്കാൻ
സാധിച്ചു. ഇപ്പോൾ അയാളെ പാർപ്പിച്ചിരിക്കുന്നത് അതീവ സുരക്ഷാ ജയിലിലാണ്. ഇനി ഒരിക്കലും ലോകത്തിന് എൽ ചാപ്പോയെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പോലീസ് സംവിധാനത്തിൻ്റെ വിശദീകരണം. ലോകം ഇനി ഒരിക്കലും എൽ ചാപ്പോ എന്ന് പറയുന്ന ആളെ കാണില്ല എന്നാണ്. ഈ മരിയ പെരേസ എന്ന് പറയുന്നയാളുടെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ പറയുന്നത് എൻ്റെ മകൻ അഭിമാനമാണ് എന്നുള്ളതാണ്. ഇയാളെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആരാധിക്കപ്പെടുകയാണ്. നമ്മൾ ചാടിപ്പോയ ഗോവിന്ദച്ചാമിയൊന്നും നമുക്ക് എല്ലാവർക്കും കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നിയാലും എൽ ചാപ്പോ എന്ന് പറയുന്നത് വലിയ ആഘോഷിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ശരി.